കോഴിക്കോട് വില്യാപ്പള്ളിയിൽ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ ഇതുവരെയായും തുറന്നുകൊടുത്തിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് 5 വർഷമായ കെട്ടിടമാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. കെട്ടിടം ഉടൻ തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വടകരയിലും വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് താമസിക്കാൻ വേണ്ടിയാണ് മനോഹരമായ ഈ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഈ ഹോസ്റ്റൽ ഇങ്ങനെ വെറുതെ കിടന്ന് നശിക്കുകയാണ്. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്ത് മയ്യന്നൂർ അരക്കുളങ്ങരയിലാണ് 1.25 കോടിയോളം രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്ത് വനിതാ ഹോസ്റ്റൽ നിർമ്മിച്ചത്. 2020 ഉദ്ഘാടനത്തിന് പിറകെ കെട്ടിടം പൂട്ടി. ഇടയ്ക്കൊന്ന് തുറന്നത് കോവിഡ് കാലത്താണ്. പിന്നീട് ഇതായി അവസ്ഥ. ഉദ്ഘാടന സമയത്തും കോവിഡ് കാലത്തും കൊണ്ടുവന്ന കട്ടിലുകളും ബെഡുകളും തലയിണകളുമൊക്കെ വിവിധയിടങ്ങളിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. കെട്ടിടത്തോടൊപ്പം ഇവയും നശിച്ചുകൊണ്ടിരിക്കുന്നു. ടൈൽ പാകിയ മനോഹരമായ മുറ്റം ഇവിടം കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കെട്ടിടം നിർമ്മിച്ചതാണ് തിരിച്ചടിയായതെന്ന് ആക്ഷേപമുണ്ട്. പ്രദേശത്ത് ഒരുപാട് സാധാരണക്കാരായ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്. കോഴിക്കോട് നമുക്കറിയാം, വടകര താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, വടകര താലൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസുകളുണ്ട്, സിവിൽ സ്റ്റേഷനുണ്ട്, കോടതികളുണ്ട്. ആ പ്രദേശത്തുള്ള ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കോളേജുകൾ, എയ്ഡഡ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അവിടെയുള്ള പാവപ്പെട്ട വനിതകൾക്ക് വളരെ തുച്ഛമായ രീതിയിൽ പണം ചെലവഴിച്ച് താമസിക്കാനുള്ള ഒരു സൗകര്യം എന്ന രീതിയിലാണ് ആ ഭരണസമിതി അങ്ങനെ തീരുമാനമെടുത്ത് എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ പദ്ധതി തുറന്നു കൊടുക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് വലിയ അനാസ്ഥ തന്നെയാണ്. ജനവാസമില്ലാത്ത സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് എന്നും പരാതി ഉയരുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാർക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലഹരി, മയക്കുമരുന്ന് മാഫിയ ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദ്രോഹികളുടെ വിളയാട്ടമായി ഈ കെട്ടിടവും ഭൂമിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ഫർണിച്ചറുകൾ, അതേപോലെ തന്നെ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ തുരുമ്പിടിക്കുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റി പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തീർക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പാറശ്ശേരി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ശിലാഫലകം ഒരു മൂലയിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതാനും പ്രവൃത്തികൾ ശേഷിക്കുന്നുണ്ടെന്നും അതിനാലാണ് ഹോസ്റ്റൽ തുറക്കാൻ വൈകുന്നത് എന്നുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിശദീകരണം. 5 വർഷമായിട്ടും തീരാത്ത എന്ത് നിർമ്മാണമാണ് ശേഷിക്കുന്നത് എന്ന് പ്രതിപക്ഷവും നാട്ടുകാരും ചോദിക്കുന്നു. ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് വില്യാപ്പള്ളിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അത്രയും മനോഹരമായി പണിതിരിക്കുന്നൊരു കെട്ടിടമാണ്. അത് കണ്ടാൽ മനസ്സിലാവും. വളരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതിയും വെള്ളവും എല്ലാം എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ 5 വർഷമായിട്ടും ഇതേ അവസ്ഥയാണെന്ന് പറയുമ്പോൾ അതാണ് ആർക്കും മനസ്സിലാകാത്തത്. എന്തായാലും 1.25 കോടിയോളം രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്താണ് ഈ വനിതാ ഹോസ്റ്റൽ അവിടെ നിർമ്മിച്ചത്. ഉദ്ഘാടന ശേഷം കെട്ടിടം തുറന്നു നൽകാത്തതിനാലാണ് ഇപ്പോൾ അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി അത് മാറുകയും ചെയ്തിരിക്കുന്നതെന്നാണ് പരാതി. കെട്ടിടം എത്രയും വേഗം തുറന്നു നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇനിയുമുണ്ട് ചില പ്രതികരണങ്ങൾ, അതിലേക്കാണ്. വലിയ ആഘോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടമാണിത്. അപ്പോൾ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തൊക്കെയോ ഇവിടെ വരുന്നുണ്ട് എന്നും ഒരുപാട് ആളുകൾക്ക് ഇതിലൂടെ വരികയും അതേപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. വടകരയിലും അതേപോലെ തന്നെ വില്യാപ്പള്ളിയിലൊക്കെ പലതരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് ഹോസ്റ്റൽ എന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇതുവരെ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു, ഇതുവരെയും ഈ കെട്ടിടത്തിൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും പെട്ടെന്ന് ഈ കെട്ടിടം തുറന്ന് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. പൂർണ്ണമായും നാശത്തിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ഫർണിച്ചറുകളായാലും ജനലുകളായാലും സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കാട് പിടിച്ചിരിക്കുകയാണ്. തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർക്ക് വലിയൊരു ആശ്രയമാകേണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേങ്കിൽ ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.